കുറഞ്ഞു, അങ്ങനെ ഒരു അസ്വസ്ഥതയുണ്ടെന്ന് തോന്നുന്നില്ല. വേദന കുറഞ്ഞെന്നാണോ മാറിയെന്നാണോ? മാറി മാറി മാറി. മാറി. കർത്താവ് പറഞ്ഞ പോലെ കാലിൽ നീരുണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പം ആ നീര് മാറി, വേദന മാറി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്തേ. വേഗത്തിൽ യേശു എൻ്റെ രോഗത്തെ വഹിച്ചതാണ്, എനിക്ക് രോഗിയാകാൻ കഴിയത്തില്ല. യേശു എൻ്റെ മുറിവുകളെ സൗഖ്യമാക്കുവാൻ യേശു മുറിവേറ്റതാണ്, എനിക്ക് സൗഖ്യം എൻ്റെ അവകാശമാണ്. ആവശ്യമല്ല കേട്ടോ, അവകാശമാണ്. ചെക്ക് ചെയ്തേ, വേഗത്തിൽ ചെക്ക് ചെയ്തേ. ആ കണ്ണാടി ഊരിക്കേ, കണ്ണെ കൈവച്ച് പറഞ്ഞേ, കണ്ണാടി ഇല്ലാതെ ഞാൻ കാണാൻ വേണ്ടി പോവാ. ആ ചെവിയിലെ ഇയർബഡ്സ് ഊരിക്കേ, ചെവി കേൾക്കാൻ വേണ്ടി പോകുക. ആരാ പറഞ്ഞത് നീ കേൾക്കത്തില്ലെന്ന്? ആരാ പറഞ്ഞത് രോഗം മാറത്തില്ലെന്ന്? ആരാ പറഞ്ഞത് ജീവിതകാലം മുഴുവൻ ഞാൻ രോഗിയാന്ന്? അടുത്തയാളെ ചെക്ക് ചെയ്തേ. ജീസസ്. ആ പറഞ്ഞു. ഇപ്പം ബ്രദർ പറഞ്ഞിട്ടുണ്ടപ്പം എന്റെ മോള് ഫസ്റ്റ് മന്തില് പ്രഗ്നന്റ് ആയപ്പോ ഫസ്റ്റ് മന്തില് പിന്നെ ഈ കൊച്ചു കൊരണ്ടിയിലിരുന്ന് അങ്ങനെ കുളിച്ചുകൊണ്ടിരുന്നപ്പോ വീണായിരുന്നു, വലത്ത് വശത്ത് ഇടിച്ച് വീണായിരുന്നു. ആ വേദന ഇതുവരെ ഉണ്ടായിരുന്നു, നടുവിന് വേദനയായിരുന്നു കുറെ നേരം. മോള് ഡോക്ടർ അപ്പം ചെയറിലൊക്കെ ഇരിക്കുമ്പോ ഇപ്പൊ 5th മന്ത് നടക്കുകയാണ്. അപ്പം പിന്നെ ഹോസ്പിറ്റലിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നോണ്ടൊക്കെ ഇരുത്തൊക്കെ ആയിരുന്നു. അപ്പൊ എപ്പോഴും ആ വലതുവശം വേദനയും ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഞാൻ കൈവച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു, ഇപ്പൊ ആ വേദന മാറി. ഓ എന്റെ യേശുവേ. ആള് ഡോക്ടറും കൂടെ ആയിരുന്നു അല്ലേ? ആള് ഡോക്ടറായിരുന്നു. എനിക്ക് വന്ന പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം എത്ര നാളാ വേദന ഉണ്ടായിരുന്നു ശരീരത്തില്? ആയപ്പോ ഫസ്റ്റ് മന്തില് വീണതാണ്. ഓ, ഇപ്പൊ 5th മന്തായി. 5th മന്തായി. നോക്കിക്കേ, ഇത്രയും നാളുണ്ടായിരുന്ന വേദന യേശു ഇപ്പൊ ഒറ്റയടിക്ക് അത് മാറിപ്പോ അല്ലേ? അതെ. ഓ എന്റെ കർത്താവേ, അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, സൗഖ്യം നമ്മുടെ അവകാശമാണ്. പറയുന്നത് കോട്ടകൾ കർത്താവ് ഇടിച്ചു കളഞ്ഞിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു സ്ട്രേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള് വേഗത്തിൽ ചെക്ക് ചെയ്തേ. ആ ബ്രദറെ, എന്റെ അടുത്ത് ഞങ്ങളുടെ ഇവിടെ തെലുങ്കത്തെ ഒരു കൊച്ചിരിപ്പുണ്ട്. അതിന് സ്റ്റോണിന്റെ പ്രശ്നവും പിന്നെ യൂട്രസിനകത്ത് മുഴയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഭയങ്കര പെയിൻ ആയിരുന്നു. രാത്രി ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയിൽ നിന്ന് ഇവിടെ നേരെ വന്നു. പെയിനായിട്ട് അവിടെ നിൽക്കാൻ പറ്റാതെ വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രിപ്പൊക്കെ ഇറക്കി. എന്നിട്ട് ഇപ്പോഴും ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ ബ്രദർ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ ഞാൻ അവളെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ശരീരം മൊത്തം ഫുള്ള് ഫ്രീ ആയെന്ന് പറഞ്ഞു. ഇപ്പൊ വേദനയില്ല? വേദനയില്ല. എന്റെ അടുത്ത് പറഞ്ഞ അക്ക ഫുള്ള് ഫ്രീ ആയെന്ന്. അതിന് തെലുങ്ക് അറിയത്തുള്ളൂ. എന്റെ കർത്താവ് എന്നെ നമ്മളെ തെലുങ്കിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എനിക്ക് തോന്നുന്നത്. യേശുവിന്റെ നാമത്തിൽ മൾട്ടി കൾച്ചർ അനോയിന്റിങ് ആണല്ലോ യേശുവി. ഇന്ന് കേട്ടെ, സഹോദരിക്ക് വയറ്റിലൊരു മുഴ ഉണ്ടായിരുന്നല്ലേ? അതുകൂടാതെ എന്നാ സിസ്റ്റർ ബുദ്ധിമുട്ട്? കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. അതികഠിനമായ വേദനയാൽ പ്രിയമകള് ഭാരപ്പെടുമായിരുന്നു. മലയാളം അറിയത്തില്ല, തെലുങ്ക് മാത്രം അറിയത്തുള്ളൂ. മലയാളത്തിലാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ കർത്താവിന് ഭാഷകൾക്ക് പരിമിതിയില്ലെന്ന് പറഞ്ഞതുപോലെ ആ മകളുടെ മേൽ യേശുവിന്റെ ശക്തി വ്യാപരിച്ച് ഇപ്പൊ ഫുള്ള് ഫ്രീ ആയി. പൂർണ്ണ വിടുതൽ കർത്താവ് കൊടുത്തു. ഗോഡ് ബ്ലെസ് യു സ്ട്രേ. ആ ഉദരത്തിലൂടെ കൈയൊന്ന് വെക്കാൻ പറ. യേശുവെ, ഞങ്ങളിപ്പോ കൽപ്പിക്കുന്നു, തലമുറകളെ തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പ ആ ഉദരത്തിന്റെ കെട്ടു പൊട്ടട്ടെ, ആ കോട്ടകൾ ഇടിയട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഉദരം തുറന്ന് തലമുറകൾ പുറത്തു വരട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. അടുത്തയാള് ചെക്ക് ചെയ്യാവോ? പറഞ്ഞു. എനിക്ക് ബാക്ക് പെയിനും കാലുവേദനയും ഒക്കെ ആയിട്ട് മരവിച്ച് കുറെ ആഴ്ച കൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഈ തലയുടെ സൈഡിൽ കൂടെ വേദനയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ പൂർണ്ണ സൗഖ്യം എനിക്ക് കിട്ടി. തുള്ളിച്ചാടിയുള്ള കൃപ കിട്ടി. തുള്ളിച്ചാടൽ കൃപ കിട്ടി. കർത്താവ് അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി, സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സ്ട്രേ. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള്. ഈ സമയത്ത് ആരും ലെഫ്റ്റ് ചെയ്യല്ലേ, കാരണം വെച്ചാൽ ചില അറിയിപ്പുകൾ പറയാനുണ്ട് ഇതിന് ശേഷമേ. പറഞ്ഞു മിസ്റ്ററെ. ഞാൻ 2-3 ദിവസം മുന്നേ 3 മണിക്കത്തെ പ്രയർ കഴിഞ്ഞിട്ട് ഞാൻ കിടന്നപ്പം ഞാൻ റൈറ്റ് സൈഡിലേക്ക് തല തിരിച്ചിങ്ങനെ തിരിഞ്ഞ് കിടന്നപ്പോഴത്തേക്ക് ഞാനും കണ്ട് വലിയ കുഴിയിലേക്ക് പോകുന്നില്ല. എനിക്ക് തല കറങ്ങിയിട്ട് ഞാൻ കിടക്കുവാണ്. പക്ഷെ എനിക്ക് തല കറങ്ങുന്നു. ഞാൻ എങ്ങാണ്ട് മയങ്ങ കുഴിയിലേക്ക് പോകുന്ന പോലെയായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മ നിൽക്കാൻ പറ്റില്ല. ഞാൻ സിസ്റ്ററെ
അപ്പോഴാണ് എൻ്റെ ഒരു ബാങ്ക് ചെയ്തത്. അത് കഴിഞ്ഞ് എല്ലാ എന്തോ സിസ്റ്ററെ ഹെഡ്സെറ്റ് ഒന്ന് മാറ്റാവോ? ഹെഡ്സെറ്റ് ഒന്ന് മാറ്റാവോ? അത് കഴിഞ്ഞ് എല്ലാ ദിവസവും സിസ്റ്ററെ, ആ ബുദ്ധിമുട്ട് കാരണം തല കറങ്ങി ഹെഡ്സെറ്റ് ഇല്ല ബ്രദറെ. തല കറങ്ങി വീഴുന്ന പോലെ ബുദ്ധിമുട്ടാന്നല്ലേ പറഞ്ഞത്, കേട്ടത്? ഞാൻ 3 മണിക്ക് അതെ 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 ഇപ്പൊ സൗഖ്യമായി? എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ എന്നിട്ട് അത് ഇനി ഇന്ന് എനിക്ക് കുനിയുമ്പോഴും സൈഡിലേക്ക് കിടക്കുമ്പോഴും എല്ലാം ഇത് തന്നെയായിരുന്നു. എനിക്ക് പറ്റത്തില്ലായിരുന്നു. എന്നിട്ട് എന്നും രാവിലെ എഴുന്നേറ്റ് ഞാൻ ആഹാരം എല്ലാം കഴിച്ചു എനിക്ക് വീട്ടിൽ പോയി കിടക്കും. ഒരു 10-11 വരെ ഒന്നും ഇങ്ങനെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തീരെ വയ്യാതെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഹൈ പ്രഷറാണ്. ഡോക്ടറില്ല, നേഴ്സുമാരുണ്ടായിരുന്നു. ഡോക്ടറിനോട് പറഞ്ഞു ഞാൻ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെന്നാൽ പൊക്കോളാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വീട്ടിൽ വന്നു. നാളെ ആണെങ്കിൽ ഡോക്ടർ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാൻ വന്നു, ശരിയെന്നും പറഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് ഞാനിപ്പോ ഈ പ്രാർത്ഥനയെ കൂടി കഴിഞ്ഞപ്പോഴത്തേനും തല കറങ്ങുന്ന പോലെ സൗഖ്യമായി അത് സിസ്റ്റർക്ക്? മാറിയപ്പോ എനിക്ക് സിസ്റ്റർ പറഞ്ഞു കേട്ടല്ലോ, എനിക്ക് വ്യക്തമായിട്ട് കേട്ടില്ലെങ്കിൽ പോലും തലകറക്കമായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി, പ്രഷർ കൈയായിരുന്നു പറഞ്ഞത്. ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു, പക്ഷെ തിരിച്ചു പോന്നു. എന്നാൽ ഈ സമയത്ത് കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനയുടെ സമയത്ത് ദൈവാത്മാവ് സ്പർശിച്ചു. ഇപ്പൊ ആ ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി പൂർണ്ണമായി വിടുതൽ കർത്താവ് കൊടുത്തു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷികളാണ് നമ്മൾ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. ഇന്നലെ ബ്രദർ പറഞ്ഞ ഒരു 5 രൂപ തൊട്ട് മോൻ കിടക്കുന്ന കട്ടിലിന്റെ സൈഡിലത്തെ ഒരു സാക്ഷി പറഞ്ഞായിരുന്നല്ലോ, ബ്രദർ പറഞ്ഞായിരുന്നല്ലോ. അന്നേരം അതിനകത്ത് ഒക്ടോബർ മാസം നോക്കണമെന്ന് ബ്രദർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പറയണമെന്ന് പറഞ്ഞു. അത് അവന്റെ സർട്ടിഫിക്കറ്റില് ഒക്ടോബർ 2025 അവന്റെ സർട്ടിഫിക്കറ്റ്. അവന്റെ +2 കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞത്. പക്ഷെ അവന് ഒരു വിഷയം കിട്ടാനുണ്ടായിരുന്നു. എഴുതിയിട്ടും കിട്ടാതെ മാത്സ് വന്നപ്പോഴേ ഞാൻ പെട്ടെന്ന് NIOC ചേർത്ത് ഓപ്പൺ സ്കൂളിലോട്ട്. അവന് സർട്ടിഫിക്കറ്റ് ഒക്ടോബർ മാസത്തിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയേക്കുന്നത്. ആ സർട്ടിഫിക്കറ്റിൽ എഴുതിയേക്കുന്നത്. അങ്ങനെ ഞാൻ അന്നേരം എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നു. ഇനി ആ സർട്ടിഫിക്കറ്റ് ഇനി വല്ല ഇതുണ്ടോ ഇല്ലയോ എന്നുള്ള മനസ്സിൽ എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മുടെ സിലബസ് സ്റ്റേറ്റ് സിലബസ് അല്ലല്ലോ. മറ്റേ NIOC എന്ന് പറഞ്ഞാല് വേറെ സർട്ടിഫിക്കറ്റാ. അന്നേരം അതിന്റെ കൊണ്ട് കൊച്ചിന് ഭാവിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്നുള്ള. വിദേശ രാജ്യത്തൊക്കെ നല്ലതാ. അന്നേരം അതിനു വേണ്ടി മനസ്സിലാത്തപ്പോഴുണ്ടാവും. അന്നേരം ആ ഒക്ടോബർ 2025 ആ സർട്ടിഫിക്കറ്റിലുള്ള ഒക്ടോബറാ. അന്നേരം ഇതെല്ലാം കണക്ഷൻ ഉള്ള. ബ്രദർ പറഞ്ഞത് വിദ്യാറമ്പിലിരുന്ന 5 രൂപ തൊട്ട് ആ കട്ടിലെ അതിനോട് ചേർന്നിരിക്കുന്ന മറ്റേ അലമാരി എല്ലാം മോന്റെ ഇത് വലിയൊരു പ്രവചന ശുശ്രൂഷയുടെ ഒരു സൈനാണ് സഹോദരി പറഞ്ഞത്. അപ്പൊ വലിയൊരു ഭാരമായൊരു വിഷയം ഉണ്ടായിരുന്നു മകന്റെ ഭാവി ഓർത്ത്. ദൈവാത്മാവ് ഇന്നലെ ഇടപെട്ട് ഒരു 5 രൂപ തൊട്ടിരിക്കുന്ന ആ ജനാലയുടെ അവിടെ കട്ടില് പറഞ്ഞ പോലെ അലമാരി, അതിൻ്റെ അകത്ത് ദൈവാത്മ സംസാരിച്ചു. അലമാരിക്കകത്ത് ഈ സർട്ടിഫിക്കറ്റ് ഒക്ടോബർ മാസവുമായി ബന്ധപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് അവന്റെ അകത്തൊരു ജീവിതത്തിലൊരു അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. ധാരാ അവിടെ ഫ്ലൈറ്റ് ഓടിക്കുന്നത്. അപ്പൊ ഇന്ന് കർത്താവ് ആ വിഷയത്തിന്റെ അകത്ത് ഭയങ്കരമായി ഒരു കൺഫർമേഷൻ ഒന്ന് ധൈര്യത്തോടെ ഇരുന്നോണം. ദൈവം തന്റെ ആലോചനയിലൂടെ നമ്മളെ ശക്തിപ്പെടുത്തുവാണേ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. കർത്താവ് സഹായിക്കട്ടെ. ഒരു നിമിഷമേ സാക്ഷ്യമുള്ളവർ റെഡിയായിട്ടിരുന്നോണേ. ഇപ്പൊ ശരീരത്തിന്റെ അകത്ത് ചെക്ക് ചെയ്യണമേ. ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഉള്ളത്തിൽ കൗസല്യ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവിൽ നിർബന്ധം തന്നുണ്ട്. കൗസല്യമായിട്ട് ഭയങ്കര അസുഖമായിട്ട് കിടക്ക. മക്കളും ഒന്നും അത്ര ശ്രദ്ധയില്ല. വല്ലാത്ത വിഷമത്തില്. സിസ്റ്ററുടെ അനിയത്തിയാണ്. അമ്മയുടെ അനിയത്തിയാ. അമ്മയുടെ കർത്താവിന് പ്രാർത്ഥിച്ചാള് ഇരിക്കുന്ന ആളാ. എന്റെ അമ്മയുടെ പേര് കൗസല്യാണ്. ആണല്ലേ? ജനുവരിയുമായിട്ട് ബന്ധമുള്ള കൗസല്യ ഏതാ? ജനുവരിയുമായിട്ട് ബന്ധമുള്ള കൗസല്യയുടെ ഭവനമാണ് ഞാൻ കാണുന്നത്. ജനുവരി മാസം, ആ ഒരു മാസവുമായിട്ട് ഈ വ്യക്തിയെ കണക്ട് ചെയ്ത് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. അതുമായിട്ടൊരു വലിയൊരു ടെസ്റ്റുമണി കർത്താവ് തുറക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. വലിയ സാക്ഷ്യം അവിടെ തുറന്നു വരട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് എൻ്റെ ഉള്ളത്തിൽ മറ്റൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക.
അതായത് ഒരു വീടിൻ്റെ മുൻഭാഗത്ത് ഈ നീല കളറിലെ ചെറിയ, അതായത് നമ്മുടെ മുട്ടിൻ്റെ അത്രയും വരുന്ന ഒരു ചെറിയ വീപ്പ, അതായത് ടാങ്ക്, നമ്മൾ വെള്ളം പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു ടാങ്ക് ഉണ്ടല്ലോ, ചെറിയ ടാങ്ക്. പക്ഷെ അത് മുട്ടിൻ്റെ അറ്റം തന്നെ വരുന്നതാണ്. ടാങ്ക് സാധാരണ വെള്ളം പിടിക്കാനല്ല ഇത് ഉപയോഗിക്കുന്നത്, മറ്റു കാര്യത്തിനാണ്. പക്ഷെ ചില വീടിൻ്റെ മുമ്പിൽ അത് വെള്ളം പിടിക്കാൻ വേണ്ടി വെക്കുന്നത് പോലെ നമുക്ക് കാണാറുണ്ട് ചില വീടുകളിൽ. അതേപോലത്തെ ഒരു നീല കളറിലെ ടാങ്ക്, ഈ മുട്ടിൻ്റെ അത്രയും അതിന് വലിപ്പമുള്ളൂ, സൈസുള്ളൂ. അതൊരു വീടിൻ്റെ മുൻവശത്ത് ഇരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാണ്. ഞാൻ ആ വീടിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ മെലിഞ്ഞ് അധികം വലിപ്പമില്ലാത്ത ഒരു കവിളൊക്കെ ഒട്ടിയ അത്രയും, അതായത് അങ്ങനെ ഒരു മനുഷ്യൻ, അതായത് ഒത്തിരി വണ്ണമുള്ള ഒരാളല്ല, വലിപ്പമുള്ള ഒരാളല്ല, കവിളൊട്ടിയ ക്ഷീണിച്ചോട്ടുള്ള ഒരു പിതാവിൻ്റെ ഫോട്ടോ ഫ്രണ്ട് വശത്ത് തന്നെ വെച്ചിരിക്കുന്ന ഒരു ഭവനം. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ ജോണി എന്നൊരു പേര് കർത്താവ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അടയാളവുമായി ബന്ധപ്പെട്ട ഭവനം ഏതാണോ, ഏത് ഭവനത്തിലാണോ ജോണിയുമായിട്ട് കണക്ഷൻ ഉള്ളത്, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഞാനത് റിലീസ് ചെയ്യുന്നു. കർത്താവിൻ്റെ അത്ഭുതം ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ഉണ്ടായി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടൻ്റെ ആശ നശിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യുന്നപ്പ നന്മ തുറന്നു വരുവാൻ കൽപ്പിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, എവിടെ ഇരുന്നുകൊണ്ടാണോ ഇത് കേൾക്കുന്നത്, മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൻ്റെ അകത്താണെങ്കിൽ ആ ജോണിയുടെ ഭവനം ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് കർത്താവിൻ്റെ അത്ഭുതത്തെ ഇന്ന് സ്വീകരിച്ചോണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, ലോർഡ് ജീസസ്, കർത്താവെ അങ്ങയുടെ കരം ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ വെളിപ്പെടുന്നല്ലോ. പരിശുദ്ധാത്മാവെ അങ്ങയുടെ പ്രവൃത്തി ആ ഭവനത്തിൻ്റെ മേൽ വെളിപ്പെടുന്നല്ലോ. ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. ദൈവം സാക്ഷ്യങ്ങളുടെ ദൈവമാണ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ നിർമ്മൽ എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കാണും. നിർമ്മലയല്ല, നിർമ്മൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ, നിർമ്മലുമായി ബന്ധപ്പെട്ടത് ആരാണോ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനവുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാം. ബ്ലോക്കുകൾ നീങ്ങാൻ വേണ്ടി പോവാം. നന്ദി യേശുവേ, നന്ദി കർത്താവ്. പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? എന്റെ വീട്ടിലാണ് ആരാ സിസ്റ്റർ? എന്റെ അനിയത്തിന്റെ മോന നിർമ്മല് അല്ലേ? അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ നിയോഗം തരും. പ്രത്യേകിച്ച് ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അവന്റെ അച്ഛൻ 3 വിരൽ ഇന്ന് 3 മണിക്ക് ഓപ്പറേഷൻ മാറ്റി. ഷുഗർ പേഷ്യന്റ് ആയിരുന്നു. ഓപ്പറേഷൻ ചെയ്തോ? റിമൂവ് ചെയ്ത് 3 എണ്ണം. ഇനിയിപ്പോ ഒബ്സർവേഷനിലാണ് ഉള്ളത്. ഇനി മേലോട്ട് കയറാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ നിർമ്മലിന്റെ ഭവനമാണോ അത്? നിർമ്മലിന്റെ പിതാവാണോ? അതെ, നിർമ്മലിന്റെ പിതാവാ. ഓ യേശുവേ, ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. അവനെ ഉന്നം വെച്ച് നിൽക്കുന്ന ചില ദുഷ്ടശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. ദുഷ്ടന്റെ പദ്ധതികളെ വെട്ടിക്കളയുന്നപ്പ. യേശുവെ, നിർമ്മലിനെ ഞങ്ങൾ പൊതിയുന്നു, പ്രത്യേകിച്ച് പിതാവിനെ പൊതിയുന്നു. ദുഷ്ടന്റെ ആശ നശിക്കട്ടെ. ഇനി ഒരു അവയവം നഷ്ടപ്പെട്ടു പോകാതെ കർത്താവേ ആ രോഗത്തെ പിടിച്ചു കെട്ടുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് ശരീരത്തിന്റെ മേൽ സൗഖ്യം, പൂർണ്ണമായൊരു വിടുതൽ ശരീരത്തിന്റെ മേൽ അനുഭവിക്കുന്ന ആളുകൾ ഇതിന്റെ അകത്തുണ്ട്. അവരൊന്ന് മ്യൂട്ട് മാറ്റാവോ? ഇപ്പൊ പ്രാർത്ഥിച്ചതിൽ രോഗസൗഖ്യം എനിക്ക് പൂർണ്ണമായി ലഭിച്ചു എന്ന് പറയുന്ന ആരെങ്കിലും ഇപ്പൊ ഇതിന്റെ അകത്തുണ്ടെന്ന് മ്യൂട്ട് മാറ്റിക്ക്. നന്ദി യേശു. അവര് മാത്രം, എനിക്കൊരു സൗഖ്യം ലഭിച്ചു എന്ന് പറയുന്നവര് മാത്രം. താങ്ക് യു. പറഞ്ഞു, എന്നാ പറ്റിയതായിരുന്നു? എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. എന്റെ ശരീരം എല്ലാം വേദനയായിരുന്നു, മുട്ടിനും ബാക്ക് പെയിനും എല്ലാമായിട്ട് പൂർണ്ണ സൗഖ്യം കിട്ടി. ഇപ്പോൾ ബ്രദർ പറഞ്ഞില്ലേ, നീല ടാങ്ക് ഇരിക്കുന്ന ചെറിയ ടാങ്ക്, വെള്ളം പിടിക്കാൻ ചെറിയ ഒരെണ്ണം. അത് ഞങ്ങളുടെ ഹൗസ് ഓണർ തൊട്ട് ചേർന്ന്, എന്റെ ബിൽഡിങ്ങിനോട് ചേർന്ന്, ഞാൻ ബാംഗ്ലൂര്, ഹൗസ് ഓണറിന്റെയാണ്. അതിനകത്തോട്ട് കയറുമ്പോ ജോണി എന്ന് പറയുന്ന ജോൺസൺ എന്ന അങ്കിളിന്റെ പേര്, വണ്ണമില്ലാത്ത ഒരു ഫോട്ടോ മരിച്ച വെച്ചിട്ടുണ്ട്. ഓ യേശുവേ,
ഇന്ന് ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ. നമുക്കൊരു അനുഗ്രഹമായ വ്യക്തിയെ ദൈവം മാറ്റാൻ വേണ്ടി പോവാ. ഞാൻ ദൈവത്തിന്റെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്ന വിഷയമാ. ഇന്ന് ആ കുടുംബത്തെ നേടാൻ ഒരു അഭിഷേകം തമ്പുരാൻ പകരുവോ കേട്ടോ. അനുഗ്രഹിച്ചെന്ന് ആമേൻ പ്രാർത്ഥിക്കുന്നപ്പാ യേശുവിന്റെ ആമേൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു, ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് എല്ലാം അറിയുന്നു കേട്ടോ. പരിശുദ്ധാത്മാവിനൊന്നും മറവല്ല. ഈ സമയത്ത് ശരീരത്തിന്റെ മേൽ സൗഖ്യം വന്ന വ്യക്തികളുണ്ടോ ഇതിന്റെ അകത്ത്? പൂർണ്ണമായ ഒരു വിടുതൽ എൻ്റെ ശരീരത്തിന്റെ അകത്ത്. എൻ്റെ പ്രിയരെ, സൗഖ്യം നമ്മുടെ അവകാശമാണ് കേട്ടോ. ഹലോ പിടിച്ചെടുത്തോണം. പറഞ്ഞോ. ബ്രദറെ, എനിക്ക് പെട്ടെന്നൊരു സുഖമില്ലാതായി. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ലിവറിനൊക്കെ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ഇന്ന് പോയി ടെസ്റ്റ് വേറെ കാണിച്ചപ്പോഴും പറഞ്ഞ് പ്രശ്നമാണെന്ന് പറഞ്ഞ് ഇന്ന് വേറെ പോയി ടെസ്റ്റ് ചെയ്ത് ഇന്നലെ പ്രാർത്ഥനയിലൊക്കെ കൂടിയിട്ട്, പക്ഷെ ഒരു കുഴപ്പവും ഇല്ല. ടെസ്റ്റ് ചെയ്തപ്പോ ലിവറെല്ലാം അതെ, സ്കാനിങ് എല്ലാം എടുത്തപ്പോൾ ലിവറിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. ആദ്യം ടെസ്റ്റ് ചെയ്തപ്പം പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാ? അതെ അതെ. ഇത് വലിയൊരു സാക്ഷ്യമാണ് കേട്ടോ. സഹോദരി ആദ്യം ടെസ്റ്റ് ചെയ്തപ്പം ലിവറിന് പ്രശ്നം ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ശേഷം തിരിച്ച് രണ്ടാമത്തെ സ്കാനിങ്ങും റിപ്പോർട്ടുകളും ചെയ്തപ്പോഴേക്കും രണ്ടാമത്തെ റിപ്പോർട്ടിൽ ഒരു കുഴപ്പവും ഇല്ല. കിഡ്നിക്കും ഒന്നും. യേശു സൗഖ്യമാക്കിയിരിക്കുന്നു. കർത്താവ് തൊട്ട കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? മറ്റാരെങ്കിലും കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം അനുഭവിക്കുന്നവര്? കിടക്കമേൽ കിടക്കുന്ന രോഗികളെ കിടക്കാൻ പറ്റത്തില്ല കേട്ടോ. രോഗിയായി കിടക്കുന്നവരെ കിടക്കാൻ പറ്റത്തില്ല കേട്ടോ. പറഞ്ഞോ സിസ്റ്ററെ. ഹലോ ബ്രദറെ, എനിക്ക് തൊണ്ട വേദനയായിരുന്നു. രാവിലെ എണീറ്റപ്പോഴേ വെള്ളമൊന്നും കുടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാനിങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പൊ ബ്രദർ പറഞ്ഞപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുപോലെ മരുമോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പിന്നെ അവന് വേണ്ടിയും സങ്കല്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റിസൾട്ടൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്റെ തൊണ്ടവേദന മാറി. ഇന്ന് മകന്റെ മേലും മരുമകനല്ലേ തൊണ്ടവേദനയായിരുന്നു, സൗഖ്യമായി. അങ്ങനെയെങ്കിൽ ഇതൊരു സൈനാണ്. ആ മരുമകന്റെ മേൽ ഒരു തീ കത്തട്ടെ. സൗഖ്യമാക്കുന്ന കർത്താവിന്റെ തീ കത്തുന്നല്ലോ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്തയാള് ചെക്ക് ചെയ്തേ. ബ്രദറെ സ്തോത്രം. ഇന്നലെ മോന് പനിയാല് ഭാരപ്പെട്ടു ബ്രദറെ. ഞാൻ എന്നിട്ട് ബ്രദർ പറഞ്ഞ പോലെ, ദിവസം പറഞ്ഞ പോലെ സൗഖ്യം നമ്മുടെ അവകാശമാണ് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഇന്നലെ ഇതിന്റെ നേരം പുലർന്നപ്പോഴത്തേനും നല്ല സൗഖ്യം കർത്താവ് തന്നു. അത് ഞാൻ സാക്ഷ്യം പറയണമെന്ന് എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ആലോചിച്ച് തീരുമാനിച്ചു. എന്നാലും ഞാൻ കർത്താവ് പൂർണ്ണ സൗഖ്യം എൻ്റെ കുഞ്ഞിന് കൊടുത്ത് തലവേദനയാലൊക്കെ ഭാരപ്പെട്ട് തന്നെ സ്കൂൾ തുറക്കുകയാണ് 1-ാം തീയതി. അപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റിയില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ എൻ്റെ മനസ്സിൽ ഭയങ്കര ഭാരപ്പെട്ടു. എന്നാലും ഞാൻ ദിവസത്തിൽ പ്രാർത്ഥിച്ചു. മോൻ്റെ ശരീരത്തെ കൈവച്ച് ഇങ്ങനെ ബ്രദർ പറഞ്ഞ പോലെ, വചനം പറഞ്ഞു തന്ന പോലെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. എന്നാലും കർത്താവ് അത്ഭുതകരമായി സൗഖ്യം കൊടുത്തു. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ഈ സമയം സാക്ഷി പറയാനായിട്ട് ദൈവം അവിടുന്ന് ഒരുക്കിയതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നന്ദി കർത്താവേ, അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ സൗഖ്യമായവർ ഒരു നിമിഷം മ്യൂട്ട് മാറ്റി റെഡി ആടുന്നോണ്ട് പറയാൻ വേണ്ടി എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഞാൻ കാഴ്ച കാണുവാണ്. ഒരു വീടിൻ്റെ അകത്ത് ഞാനൊരു ബോക്സ്, അതായത് നമ്മൾ ഒരു നീളത്തിലുള്ള ഒരു ബോക്സ് ആണ്. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഇടതുവശത്ത് ഒരു ചെറിയ ഫോട്ടോയുണ്ട്. ഒരു ലേഡി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ഒരു ഫോട്ടോയാണ് ഞാൻ കാണുന്നത്. ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഫോട്ടോ ഈ ബോക്സിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ ബോക്സിൻ്റെ അകത്ത് ഈ ഫോട്ടോയുടെ ഉടമസ്ഥൻ ആരാണോ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളത്തിൽ പറയുവാണ്. ഏത് വീട്ടിലാണോ ആ ബോക്സ് തുറക്കുമ്പം ലെഫ്റ്റ് സൈഡിൽ ആ ഫോട്ടോ ഇരിക്കുന്നത്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ്, ഞാൻ ആ ഭവനത്തെ ബ്ലസ് ചെയ്യുന്നപ്പാ. ഇന്ന് എവിടെ ഇരുന്നുകൊണ്ടാണോ നിങ്ങൾ കേൾക്കുന്നത്, സൂമിലോ ലൈവിലോ ഏത് കോണിലിരുന്നുകൊണ്ടാണ് കേൾക്കുന്നത്, ഇന്ന് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളത്തിൽ നിയോഗം തരുവാണെങ്കിൽ, മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഈ ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഇടതുവശത്താണ് ഈ ഫോട്ടോ ഇരിക്കുന്നത്. ലോർഡ് ജീസസ്, നന്ദി കർത്താവേ, നന്ദി യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഇന്ന് കുടുംബത്തിൻ്റെ മേൽ പ്രത്യേകിച്ച് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട്, ആ വെച്ചിരുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് കർത്താവിനോട് പറയുന്നൊരു വിടുതൽ സംഭവിക്കാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു. പറയാനാണ് സിസ്റ്ററെ? പറയാനല്ലെങ്കിൽ മൈക്ക് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ.
എല്ലാവരും മ്യൂട്ട് ചെയ്തേ. ലോർഡ് ജീസസ്. പറയാനുള്ള ആളുകളാണെങ്കിൽ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റുക. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നന്ദി കർത്താവേ, ഞങ്ങളിപ്പോൾ തന്നെ പ്രാർത്ഥിച്ചിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. എൻ്റെ യേശുവെ ഞങ്ങൾ ഇന്ന് അനുഗ്രഹിക്കുന്ന ബോക്സ് എന്ന് പറഞ്ഞത് കാർട്ടൺ ബോക്സ് ആണോ ബ്രദർ? സിസ്റ്ററെ, ഞാൻ കാണുന്നത് എങ്ങനെയാണ്, എന്നെ കാണിക്കുന്ന ഒരു ദർശനം എങ്ങനെയാണ്, ഒരു ബോക്സാ തുറക്കുന്നത്. അതൊരു ബോക്സ് എന്ന് പറയാൻ കാരണം നമ്മുടെ ബോക്സിന്റെ ഷേപ്പാണത്. അത് തുറക്കുമ്പോൾ തന്നെ ആ ബോക്സിൽ ഇടത് വശത്തൊരു ഫോട്ടോ കിടക്കുന്ന ബോക്സ് ആണോ ഇരിക്കുന്നത്? ഒരു കാർട്ടൺ ബോക്സ് ഇരിക്കണം ബ്രദർ. അതിന്റെ ഇടത് സൈഡില് മകളും അവരുടെ ഹസ്ബൻഡ് നിൽക്കുന്ന ഫോട്ടോ, വലത് സൈഡില് ഞാനും നമ്മൾ കുടുംബമായിട്ടുള്ള ഫോട്ടോ. ഇടതുവശത്തെ ഫോട്ടോ ആരുടെയാ? മോള് ഹസ്ബൻഡും. ഈ ബോക്സിന്റെ അകത്തിരിക്കുന്നത്? ബോക്സിന്റെ അകത്തല്ല ബ്രദർ, ചെയറിലാണ് വെച്ചിരിക്കുന്നത്, ബോക്സിന്റെ ഇടത് സൈഡ്. അല്ലല്ല, ബോക്സിന്റെ അകത്ത് ബോക്സ് തുറക്കുമ്പോ ഇടതുവശത്തിരിക്കുന്ന ഫോട്ടോയാ കേട്ടോ. അങ്ങനെയല്ല. അങ്ങനെയല്ലെങ്കിൽ അത് വേറെ ആൾക്കുള്ളാണേ. താങ്ക് യു ജീസസ്. നന്ദി യേശുവേ. കർത്താവേ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. പറഞ്ഞോ. ഞങ്ങളുടെ വീട്ടില് ഒരു ബോക്സ് ഇരിപ്പുണ്ട്, ഈ കാർഡ്ബോർഡ് ബോക്സ്. അതിന്റെ അകത്ത് ഒരു ചെറിയ ബോക്സ് ഉണ്ട്, അതിന്റെ അകത്ത് ഒത്തിരി ഫോട്ടോസ് ഒക്കെ ഇരിപ്പുണ്ട്. ലെഫ്റ്റ് സൈഡിൽ തന്നെ അതിന്റെ അകത്ത് പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ലേഡിയുടെ ഫോട്ടോ ഇരിക്കുന്ന ഏത്? ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആരുടെ ഫോട്ടോ അത്? അത് വൈഫിന്റെ ഉണ്ട്, മോളുടെ ഉണ്ട്. വൈഫിന്റെ മോളുടെ ഉണ്ട്. രണ്ട്. എന്റെ ദൈവം, ഇത് ആരാ അത്? എല്ലമ്മ സിസ്റ്ററെ, ആരാണ് അവിടെ ഒച്ച വെക്കുന്നത്? അവിടെ നിന്ന് അടങ്ങിയിരിക്കാൻ പറയട്ടോ. താങ്ക് യു ജീസസ്. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങൾ ഏത് ലോകത്താന്ന് എനിക്ക് അറിയത്തില്ല. ദൈവം ഇത്രത്തോളം ആലോചനകളും അത്ഭുതങ്ങളും ചെയ്യുമ്പം അത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കഠിന ഹൃദയം നിങ്ങൾക്ക് എവിടുന്ന് ലഭിച്ചെന്ന് എനിക്കറിയത്തില്ല. പ്രാർത്ഥിക്കും പ്രിയരെ. അവിശ്വാസവും കോട്ടങ്ങളും മാറിപ്പോവാൻ പ്രാർത്ഥിക്കണം. ദൈവിക ആലോചന എത്ര വിലപ്പെട്ടതാണെന്നറിയോ? എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ നമ്മളിലേക്ക് പകരുമ്പോൾ, എത്രയോ അത്ഭുതങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇപ്പോഴാണ് താഴേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. അടുത്തത് കർത്താവ് എനിക്ക് വേണ്ടിയും കൂടെ പ്രവർത്തിക്കണമേ എന്ന് നിങ്ങൾ ദൈവസന്നിധി സമർപ്പിക്കേണ്ട സമയമാണ്. താങ്ക് യു ജീസസ്. മെയ് മാസം 5-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ഈ മെയ് മാസം 5-ാം തീയതി ജനിച്ച ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഈ റേഡിയോ പോലത്തെ ഒരു സാധനം, റേഡിയോ നമ്മളിപ്പോൾ ഉപയോഗിക്കാറില്ലല്ലേ, ഈ കാലഘട്ടത്തിൽ റേഡിയോ ഉപയോഗിക്കാറില്ല, പക്ഷെ റേഡിയോയുടെ ഷേപ്പുള്ള ഒരു സാധനം ആ വീടിൻ്റെ അകത്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അത് റേഡിയോ ആണോ, അത് റേഡിയോയുടെ ഷേപ്പുള്ള ഏതെങ്കിലും മിനിയേച്ചറാണോ, റേഡിയോയുടെ ചിത്രമാണോ എനിക്കറിയത്തില്ല. റേഡിയോ, പഴയ ടൈപ്പ് റേഡിയോ പോലെ ഞാൻ കാണുന്നത്. അതോ ഇനി ബ്ലൂടൂത്ത് സ്പീക്കർ പോലത്തെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയത്തില്ല. റേഡിയോയുടെ ഷേപ്പിലാണ് അതിരിക്കുന്നത്. അതേത് ഭവനത്തിൻ്റെ അകത്താണോ ഇപ്പോൾ ഉള്ളത്, അത് ആ ഭവനത്തിൽ ഒരു അടയാളം, ഞാൻ ആ ഭവനത്തിൻ്റെ അകം കണ്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് കർത്താവ് ഇന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു നിയോഗം എൻ്റെ ഉള്ളിൽ തരുവാണ്. നന്ദി കർത്താവ്. ഞാനിപ്പോൾ തന്നെ എന്റെ മെയ് 5-ാം തീയതിയാണ് ബർത്ത്ഡേ. പിന്നെ ഒരു റേഡിയോ ഉണ്ട്, അത് ദുബായിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു മാമൻ തന്ന ഒരു റേഡിയോ, പഴയ മോഡല്. അപ്പൊ റേഡിയോ തന്നെയാ അത്? അതെ അതെ അതെ, റേഡിയോ ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്യുന്നത് ആണ്. അപ്പൊ ഞാനത് റേഡിയോയുടെ ഷേപ്പിൽ അതിരിക്കുന്നത്. അതെ അതെ അതെ, രണ്ട് സൈഡ് സ്പീക്കർ ആയിട്ട് സാധാരണ ഹാൻഡ് സെറ്റ് പോലെ. ഓക്കെ, അതായത് ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി എടുത്തേക്കുന്നത് അല്ലേ? പുതിയ ടൈപ്പ് സാധനം. അതെ അതെ അതെ, ബ്ലൂടൂത്ത് ഒക്കെ ഉണ്ട്, പക്ഷെ സംഭവം ഓൾഡ് ടൈപ്പ് റേഡിയോ പോലെ ഇരിക്കുന്നത് അല്ലേ? ഓൾഡ് തന്നെ. അത് 6 കൊല്ലം മേലെയായിട്ട് ഉപയോഗിക്കത്തില്ല, ചുമ്മാ വീട്ടിൽ തന്നെ വെച്ചിരിക്കുന്നു. അപ്പൊ ഞാനത് എടുത്തു ചോദിച്ചത്, ഈ സംഭവം റേഡിയോ പോലെ കാണുന്നു. മെയ് മാസത്തിൽ ജനിച്ചത് ആരായിരുന്നു? ഞാൻ തന്നെയാണ്, സുരേഷ് ബാബു. ഓ, ഇന്ന് യേശുവിന്റെ നാമത്തിൽ തമ്പുരാൻ തൊടുവാകട്ടോ. അപ്പൊ ഞാനതുകൊണ്ട് പറഞ്ഞു, ഞാനിപ്പോ ആ ഭവനത്തിന്റെ അകത്ത്, ഇത് എവിടെയാ സിസ്റ്റർ വെച്ചേക്കുന്നത്? ഹോളിലാണ് വെച്ചേക്കുന്നത്? അതെ അതെ, ഹോളിൽ തന്നെ. ഞാനിപ്പോ അവിടെ നിൽക്കുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഈ സാധനം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ എന്നോട് ഉള്ളത്തിൽ മെയ് മാസം ജനിച്ച വ്യക്തിയുടെ ഭവനത്തിൽ ഞാൻ പറഞ്ഞു, കർത്താവ് ഒരു അടയാളം എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്ന് തരണം.
ഇന്ന് തമ്പുരാൻ ഇന്ന് ആ ഭവനത്തിന്റെ മേൽ അത്ഭുതകരമായ സാക്ഷ്യം കർത്താവ് തുറക്കാൻ വേണ്ടി പോട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പ കർത്താവ് ആ കുടുംബത്തിന്റെ മേൽ ഒരു അടിത്തറ പോലെ തമ്പുരാനെ അങ്ങ് പ്രിയം അവനെ പണിതെടുക്കട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾക്ക് നന്ദി പറയുന്നു. സാക്ഷ്യങ്ങൾക്ക് വഴി തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് ശരീരത്തിന്റെ മേൽ അത്ഭുതത്തെ അനുഭവിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? പൂർണ്ണ സൗഖ്യം എൻ്റെ അവകാശമാണ്. പൂർണ്ണ വിടുതൽ എൻ്റെ അവകാശമാണ്. ഇന്ന് എൻ്റെ കൂടെ ഇന്ന് വേദനയുള്ള മറ്റാരെങ്കിലും ഉണ്ടോ? ആ മുഴയോ നീരോ ശരീരത്തിൻ്റെ അകത്തുള്ളവരുണ്ടോ? എൻ്റെ കൂടെ ഉറക്കെ ഒന്ന് പറഞ്ഞ കള്ളപ്പിശാചെ പൂർണ്ണ സൗഖ്യം എൻ്റെ അവകാശമാണെന്ന് പറ. നന്ദി കർത്താവ്. പൂർണ്ണ സൗഖ്യം എൻ്റെ അവകാശമാണ്. ആ ഒന്ന് ചെക്ക് ചെയ്തേ. ആ പ്രാർത്ഥിച്ച സഹോദരങ്ങളൊന്ന് ചെക്ക് ചെയ്തേ. ആ എന്താണോ ബുദ്ധിമുട്ട് ഒന്ന് ചെയ്ത് നോക്കിക്കേ. എന്നാ സംഭവിച്ചേക്കുന്നേ? ശരീരത്തിൻ്റെ അകത്ത് എനിക്കൊരു പൂർണ്ണ സൗഖ്യം കിട്ടി എന്ന് ഉറപ്പുള്ള ആളുകൾ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റാവോ? സാക്ഷ്യം പറയാനുള്ളവരാണോ? ആ പറഞ്ഞത് സിസ്റ്ററേ. നമുക്ക് കുട്ടികൾ 3 കുട്ടികളുണ്ട് പാസ്റ്റർ. ഒരാണ് ബികോം കഴിഞ്ഞു, എംകോം കഴിഞ്ഞു. ഓന്റെ പേര് വിഘ്നേശാ. പഠിപ്പ് കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് പോകുന്നില്ല പാസ്റ്റർ. പിന്നെ മോള് BA തമിഴ് കഴിഞ്ഞിട്ട് ഓള് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മളെ അടുത്ത് അത്രയ്ക്ക് അമ്മനെ നോക്കലില്ല, ഒന്നുമില്ല. അമ്മയുടെ അടുത്ത് വർത്താനം പറയലില്ല, ഒന്നുമില്ല. ചെറിയ മോന് അഗ്രികൾച്ചർ കഴിഞ്ഞു. ഓനൊരു ജോലിക്ക് പോകുന്നുണ്ട്, വേറെ സ്ഥലത്തില്ല. ഒരു 10,000 പോയിട്ട് പണിയെടുക്കുന്നുണ്ട്. നമുക്ക് സുഖമില്ല പറഞ്ഞാൽ കൂടി നമുക്ക് സഹായിക്കുന്നില്ല പാസ്റ്റർ. ഇന്ന് സിസ്റ്ററെ അത്ഭുതകരമായ മാറ്റം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവാണ്. ആ കുടുംബത്തിൽ സമാധാനം വാഴട്ടെ. പ്രിയങ്ങളുടെ ദുഃഖങ്ങൾ സന്തോഷമാകട്ടെ. പ്രതിസന്ധികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി.